ഹായ് നമസ്കാരം. ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് മൊബൈൽ ആപ്പിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ മനോഹരമായ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ അധികം പേഷ്യൻസ് നമ്മുടെ ജി ഹെൽത്ത് എന്ന പേഷ്യൻ്റ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രേപ്സ് ഐഡിയമാർ എന്ന പേരായിരുന്നപ്പോഴും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വൈറ്റ് ലേബിൾഡ് ആപ്പുകളും പല ഹോസ്പിറ്റലുകളും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അപ്പോൾ ആ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നെയിമാണ്. NS ഹോസ്പിറ്റൽ ഉപയോഗിക്കുമ്പം INS, യാന IVFൽ ഉപയോഗിക്കുമ്പം യാന ഹോസ്പിറ്റലിൻ്റെ പേരിലാണ് ഇത് വരുന്നത്. അത്തരത്തിൽ വൈറ്റ് ലേബിൾ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ആ പേരുകളുണ്ടാവും. കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ഉപയോഗിക്കുന്ന ജി ഹെൽത്ത് ആപ്പിൽ സാധാരണ നമുക്ക് എന്താണ് അറിയാവുന്നത്? അതിനകത്ത് ഡോക്ടർ അപ്പോയിൻമെൻറ്റ്സ് വീട്ടിലിരുന്ന് തന്നെ എടുക്കാൻ പറ്റും. ലാബ് റിസൾട്ടുകളെല്ലാം കാണാൻ പറ്റും. നമ്മുടെ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻസ്, അത് കഴിക്കേണ്ട മെത്തഡോളജി, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് ഹോസ്പിറ്റലിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ആ മൊബൈൽ ആപ്പിൽ കൂടെ ഈസി ആയിട്ട് കാണാനും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും പറ്റും. നമുക്ക് പാക്സ് അതിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എക്സ്റേയും ECG, നമ്മുടെ USG സ്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള CT, MRI അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് ആ മൊബൈൽ ആപ്പിൽ കിട്ടും. അത് വളരെ അഡ്വാൻറ്റേജാണ് പേഷ്യൻസിന്. ഹോസ്പിറ്റലിൽ വെബ് പാക്സ്, ഗ്രേപ്സിൻ്റെ തന്നെ വെബ് പാക്സ് ഉണ്ട് കേട്ടോ. അതിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വേറെ വെബ് പാക്സ് എടുക്കേണ്ട ആവശ്യമില്ല. അതെടുത്താൽ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടത്തതുമില്ല. പലപ്പോഴും അത് വലിയൊരു നഷ്ടമാണ്. സോ ഗ്രേപ്സിൻ്റെ തന്നെ വെബ് പാക്സ് എനേബിൾഡ് ആണെങ്കിൽ പേഷ്യൻസിന് അവരുടെ എക്സ്റേ എല്ലാം ഈ മൊബൈൽ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതൊന്നുമല്ലാതെ നമ്മുടെ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ വളരെയധികം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. പേഷ്യൻസിന് ബൈസ്റ്റാൻഡറൊക്കെ വന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ഇതുവരെ എത്ര രൂപ ബില്ലായി എന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് ഏതൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് എന്ന ക്വസ്റ്റ്യൻസ്, ട്രക്ക് ചാർട്ട് പലപ്പോഴും അവർക്ക് വിസിബിലിറ്റി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ അവരറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അവരുടെ വൈറ്റൽസിലെ വേരിയേഷൻസിനെ കുറിച്ച് നേഴ്സസ് വരുമ്പോൾ എല്ലാം സ്ഥിരം ചോദ്യമാണ്. ചിലപ്പോൾ നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ ഒന്ന് ചോദിക്കും, എത്രയായിരുന്നു BP എന്നൊക്കെ, അല്ലെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ടായിരുന്നു, കൂടിയതാണോ കുറഞ്ഞതാണോ. അങ്ങനെ പേഷ്യൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. പേഷ്യൻ്റ് അറിയേണ്ടുന്നത്, അല്ലെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അറിയേണ്ടുന്നത് എല്ലാമല്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഏതൊക്കെയാണ് അങ്ങനെ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻ്റ് അറിയാൻ അനുവദിച്ചിരിക്കുന്നത്, അതെല്ലാം തന്നെ നമ്മുടെ ഈ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. അതെവിടെയാണുള്ളത്? നമ്മുടെ ഈ മൊബൈൽ ആപ്പ് ഏറ്റവും ടോപ്പിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസിൽ നമ്മളുടെ നെയിം, MR നമ്പർ, ഏജ്, ജെൻഡറൊക്കെ വരുന്ന സ്ഥലത്ത് ഒരു സ്വിച്ചിങ് ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് ഒരു ഫാമിലി മൊബൈൽ ആപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ഇൻഫർമേഷൻസ് എടുക്കാവുന്ന ഒരു ആപ്പാണ്. വേണമെങ്കിൽ അഡീഷണൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഒരു ആപ്പിൽ തന്നെ ഒന്നിൽ കൂടുതൽ പേരുടെ, ധാരാളം പേരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ക്ലബ്ഡാണ്. ആ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക്, പ്രൊഫൈലിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ആ നമ്മുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അത് അല്പം ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് അവിടെ OP എന്നൊരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അതായത് ബൈ ഡിഫാൾട്ട് ഈ ആപ്പ് OPയിലെ ഇൻഫർമേഷനാണ് തരുന്നത്. അത് അഡ്മിറ്റായി കിടക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുന്നത്. കാരണം അവിടെ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് IP എന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ IP എന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ ഒരു ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ മാറുന്നത്. പല ഹോസ്പിറ്റലിൽ നിന്ന് കാര്യമായിട്ട് ഇത് പേഷ്യൻസിന് ഉപയോഗിക്കുന്നുണ്ട്. അഡ്മിറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഇരിക്കുന്ന അഡ്മിഷൻ ഡെസ്കിലുള്ളവർ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയ്ക്ക് മാത്രം മനോഹരമായ ഫീച്ചേഴ്സ് അവിടെ ഉള്ളത്. ആ ഡാഷ്ബോർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ എമർജൻസി കോൾ ബട്ടണാണ്. പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒരു എമർജൻസി സിനാരിയോ ഉണ്ടായാലും നേഴ്സിനെ കോൾ ചെയ്യാനുള്ള എമർജൻസി നേഴ്സസ് കോൾ ഫംഗ്ഷൻ ഏറ്റവും ടോപ്പിലുണ്ട്. അതിൽ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നേഴ്സിംഗ് സ്റ്റേഷനിലെ നേഴ്സസ് കോളിംഗ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. ഇത് ഒരു വയർലെസ് ഡിജിറ്റലി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഹോസ്പിറ്റലിൽ കേബിളൊക്കെ വലിച്ചുള്ള നേഴ്സസ് കോളിംഗ് സിസ്റ്റം ഒന്നും ഇന്ന് ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് നേഴ്സസ് കോളിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. അത് ആക്ടിവേറ്റഡ് ആവും. തൊട്ട് താഴേക്ക് നമുക്ക് പേഷ്യൻസിൻ്റെ റെക്കോർഡ്സിലേക്കുള്ള എൻട്രി ഐക്കൺസ് കാണാൻ പറ്റും. വൈറ്റൽസ് ഇൻഫർമേഷൻസ് കാണാൻ പറ്റും.
ഡ്രഗ് ചാർട്ട് ഇൻഫർമേഷൻസ് കാണാൻ പറ്റും, ലാബ് ഇൻഫർമേഷൻസ് കാണാൻ പറ്റും, ഈവൻ പാക്സ് കൂടെ അവിടെ കാണാൻ പറ്റും. ഏറ്റവും റൈറ്റ് എൻഡിൽ ഡ്യൂസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അഡ്മിറ്റായി ഇതുവരെ എന്തൊക്കെ സർവീസസ് നടന്നിട്ടുണ്ടോ, എന്തൊക്കെ പ്രോഡക്റ്റ് പർച്ചേസ് നടന്നിട്ടുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കടന്നു പോയിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം തന്നെ റേറ്റുകളും അതിൻ്റെ സമ്മും അവിടെ കാണാൻ പറ്റും. സോ നമ്മൾ ഇതുവരെ എത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ എന്ന് പേഷ്യൻസിന് നന്നായി മനസ്സിലാക്കാനും അവരിതുവരെ എത്ര രൂപ അടച്ചിട്ടുണ്ടെന്ന് കാണാനും ഇപ്പോൾ എത്ര ഡ്യൂ ഉണ്ടെന്നും. അപ്പോൾ പേഷ്യൻസിന് ഡിസ്ചാർജ് ബില്ല് കിട്ടുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായ കാശ് സംഘടിപ്പിക്കാനായിട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇൻ ബിറ്റ്വീൻ പേയ്മെൻറ്റ്സ് നടത്താൻ പറ്റും. അവർക്ക് ഇതുവരെ എത്ര രൂപ ഡ്യൂ ആയെന്ന് പറഞ്ഞാൽ ആ പൈസ ഡിസ്ചാർജിന് മുമ്പ് സംഘടിപ്പിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. കാരണം അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാവരും വളരെ കുബേരരൊന്നും അല്ലല്ലോ. കുറേ അധികം സാധാരണ മനുഷ്യരും അതിന് താഴെയുള്ള മനുഷ്യരും ഒക്കെ അത്യാവശ്യം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് എത്ര രൂപയാകുന്നതെന്ന് അറിഞ്ഞാൽ ആ പൈസ നേരത്തെ തന്നെ സംഘടിപ്പിക്കാനായിട്ട് അത് ഉപകരിക്കപ്പെടും. അതുപോലെ തന്നെ അവരിൽ അല്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവീസുകളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ ആ ഒരു ഇൻഫർമേഷൻസൊക്കെ അവർക്ക് വളരെ, അതായത് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റിലെന്ന് പേഷ്യൻസിനോട് സംസാരിക്കുന്ന ഒരവസ്ഥയാണ് ജി ഹെൽത്തിലെ IP പോർഷൻ. സോ ഞാനീ പറഞ്ഞതിൽ കൂടുതലുണ്ട് അവിടെ. കാരണം അവിടെ നിന്നുകൊണ്ട് തന്നെ പേഷ്യൻസിൻ്റെ OP പാക്സ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഫങ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള അഡ്മിഷൻ ഡെസ്കിലിരിക്കുന്നവർ ഈ ഫങ്ഷൻസൊക്കെ ഇരുന്ന് പഠിക്കുക, പേഷ്യൻസിനെന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ മനോഹരമായിട്ട് അവരുടെ ഒരു അഡ്മിഷൻ ഡേയ്സിനെ അവർക്ക് സുന്ദരമായിട്ട് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. ഒരുപാട് തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ PROമാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് പേഷ്യൻസിന് ഈ വക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. സോ മെഡിക്കൽ റെക്കോർഡ്സ് IP-യിലായിരിക്കുമ്പോൾ പേഷ്യൻ്റ് എത്രമാത്രം കാണണമെന്ന് ഹോസ്പിറ്റൽ ആഗ്രഹിക്കുന്നു അത്രയും ഇൻഫർമേഷൻസ് അവരുടെ ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ് ജി ഹെൽത്തിൽ IP-യുടെ ഡാഷ്ബോർഡ്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ വളരെ മനോഹരമായ ചില ഫീച്ചേഴ്സ് എത്തുന്നുണ്ട്. പേഷ്യൻസിന് ഡിസ്ചാർജ് ബില്ല് കാണാനും അത് അവിടെ നിന്നുകൊണ്ട് തന്നെ പേ ചെയ്യാനും ഇപ്പോൾ അതിൻ്റെ വിസിബിലിറ്റിയും ഒക്കെ അവിടെ ഉണ്ട്. പലപ്പോഴും നമുക്ക് പ്രിസ്ക്രിപ്ഷൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേജിൽ ഇൻറ്റൻറ്റുകളൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇന്ന് ഏതൊക്കെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുണ്ട്, അതിൻ്റെ ബ്ലഡ് എടുക്കാൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയാനായിട്ട് ഒത്തിരി മനോഹരമായ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ തരാം. താങ്ക് യു.